പ്രിയമുള്ളവരേവർക്കും സ്കൂളിംഗ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി UG അഡ്മിഷൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നാളെ 21/6/2024 പ്രസിദ്ധീകരിക്കുന്നതാണ്. യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള സമയം ലഭ്യമാവുകയാണ് എങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ കാണിച്ചതുപോലെ സ്കോർ കുറവുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ഒന്നാണ് കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ. കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിച്ചാൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാത്രം ഓൺലൈനിൽ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് നടത്തൽ നിർബന്ധമാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടപ്പെടും എന്നു മാത്രമല്ല പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിലേക്ക് പരിഗണിക്കുന്നതുമല്ല. SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് 135 രൂപയും ബാക്കിയുള്ള എല്ലാവർക്കും 540 രൂപയുമാണ് മാൻഡേറ്ററി ഫീ വരിക. മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് നടത്താൻ 25/6/2024 വരെ സമയം അനുവദിക്കുന്നതാണ്. കൂടാതെ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാനൊന്നും ആവശ്യമില്ലാത്ത ഒന്നാമത്തെ ഓപ്ഷനിലല്ല ഉയർന്ന ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഓപ്ഷൻ മുന്നിലുണ്ട് എങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനുള്ള സൗകര്യവും വെബ്സൈറ്റിൽ ഉണ്ടാകുന്നതാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് സമയത്താണ് കോളേജിൽ നേരിട്ട് പോയിട്ട് ഫീ പേയ്മെൻറ്റ് ബാക്കിയുള്ള ഫീ പേയ്മെൻറ്റ് നടത്തി സർട്ടിഫിക്കറ്റ്സ് എല്ലാം നൽകി അഡ്മിഷൻ എടുക്കേണ്ടത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ നിങ്ങൾ കോളേജിൽ പോകേണ്ട ആവശ്യമില്ല. ഇനി കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ 40-ലധികം എയ്ഡഡ് മാനേജ്മെൻറ്റ് കോളേജുകളുണ്ട്. ഓരോ കോളേജുകളും വിവിധ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ് നടത്തുന്നത്. നിങ്ങൾ ഏത് കമ്മ്യൂണിറ്റിയിലാണ് വരുന്നത്, നിങ്ങളുടെ അതേ കമ്മ്യൂണിറ്റി നടത്തുന്ന എയ്ഡഡ് മാനേജ്മെൻറ്റ് കോളേജ് ഉണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് റിസർവേഷൻ ഉള്ളത്. പല കോളേജുകളിലും 10% അല്ലെങ്കിൽ 20% സീറ്റുകൾ കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകളാണ്. ഇതിനുവേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ വേണോ എന്ന സ്ഥലത്ത് യെസ് എന്ന് നൽകിയിരിക്കണം. കൂടാതെ ആ കോളേജുകളിലെ കോഴ്സുകൾ നിങ്ങൾ അഡ്മിഷനായിട്ട് ഓപ്ഷനിൽ ഉൾപ്പെടുത്തുകയും വേണം. അതിൻ്റെ പുറമെ നിങ്ങൾ 21/6/2024 ഓൺലൈനായി വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കമ്മ്യൂണിറ്റി കോട്ട റിപ്പോർട്ടിംഗ് നടത്തുകയും വേണം. എങ്ങനെയാണ് റിപ്പോർട്ടിംഗ് നടത്തേണ്ടത് എന്നതിൻ്റെ ലൈവ് ഡെമോ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നവരെ മാത്രമേ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷന് വേണ്ടി പരിഗണിക്കുകയുള്ളൂ. അതിലേക്കായി ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത വിദ്യാർത്ഥികളെ മാത്രം പരിഗണിച്ചുകൊണ്ട് 29/6/2024 കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. അത് നിങ്ങളുടെ വെബ്സൈറ്റ് ലോഗിനിൽ കാണാൻ വേണ്ടി സാധിക്കും. കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് റിപ്പോർട്ട് ചെയ്ത വിദ്യാർത്ഥികളുടെ ഇൻഡെക്സ് അനുസരിച്ചാണ് റാങ്ക് ലിസ്റ്റിൽ സ്ഥാനം ലഭിക്കുക. കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷന് അലോട്ട്മെൻറ്റുകൾ ഉണ്ടാകുന്നതല്ല. റാങ്ക് ലിസ്റ്റിൽ മുന്നിലുള്ളവരെ കോളേജിൽ നിന്ന് ബന്ധപ്പെടുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് അങ്ങോട്ടും ബന്ധപ്പെടാവുന്നതാണ്. അഡ്മിഷൻ ലഭിച്ചാൽ സാധാരണ കോളേജിൽ എത്രയാണോ ഫീസ് നൽകേണ്ടത് അതേ ഫീസ് തന്നെ നൽകിയാൽ മതിയാകും. കൂടിയ ഫീസൊന്നും നൽകേണ്ട ആവശ്യമില്ല. പിന്നെ ഏകജാലകം വഴി അലോട്ട്മെൻറ്റ് വഴി ഒരു വിദ്യാർത്ഥിക്ക് ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ആ ഒരു വിദ്യാർത്ഥിക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ നല്ലൊരു കോളേജിൽ നല്ലൊരു കോഴ്സിലേക്ക് ലഭിക്കുകയാണ് എങ്കിൽ അവിടേക്ക് മാറി ജോയിൻ ചെയ്യാനും സാധിക്കുന്നതാണ്. ഫീസൊന്നും നഷ്ടപ്പെടുന്നതുമല്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി UG അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനുകളും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു. ഇവർക്കും നന്ദി, നമസ്കാരം.